പാലക്കാട് അട്ടപ്പാടിയിൽ പാലൂരിൽ ആദിവാസി യുവാവിന് ക്രൂരമർദ്ദനമെന്ന് പരാതി. മോഷണം ആരോപിച്ചാണ് പാലൂർ സ്വദേശി മണികണ്ഠനെ മർദ്ദിച്ചത്. തലയോട്ടിക്ക് ക്ഷതമേറ്റതിനെ തുടർന്ന് മണികണ്ഠൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുകയാണ്. ആദിവാസികളിൽ നിന്ന് കാട്ടിലെ വേരുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജ് മർദ്ദിച്ചെന്നാണ് പരാതി. പോലീസ് നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. രാമരാജിനാള് വേര് കക്കെടുത്തെന്ന് പറഞ്ഞിട്ട് അപ്പം തല്ലി വടി കൊണ്ട് തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ പിറ്റേ ദിവസം ഇവന് കൊട്ടാൻ പോയി. അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അപ്പോൾ കൊട്ടാൻ പോയപ്പോൾ അവിടെ തലകറങ്ങി താഴെ വീണപ്പോൾ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പോൾ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യില്ലെങ്കിൽ ഉയരോടെ കിട്ടില്ല, തിരിച്ച് വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ നൈറ്റ് 1 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എത്തി. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ ചെക്ക് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസുകാരുടെ നടപടിക്ക് എടുത്തു. പാലക്കാട് നിന്ന് അജിത് ബാബു ആണ് വിശദമായ വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, ഇക്കാര്യത്തിൽ കേട്ടിടത്തോളം കണ്ടിടത്തോളം വലിയ വ്യാപ്തിയുള്ള കാര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ എപ്പോഴായിരുന്നു? മാത്രമല്ല പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്താണ് സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അജിത്ത്? ഡിസംബർ 7-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിൽ പ്രധാനമായും ഈ രാമരാജൻ കാട്ടിൽ നിന്ന് ആദിവാസികളുടെ കയ്യിൽ നിന്ന് അവർ ശേഖരിക്കുന്ന വേരുകൾ വിൽപ്പന നടത്തുന്ന ആളാണ്. ഔഷധ സസ്യങ്ങളും വേരുകളും ഒക്കെ വിൽപ്പന നടത്തുന്ന ആളാണ്. ആ വേരുകൾ ഇത്തരത്തിൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മണികണ്ഠനെ മർദ്ദിച്ചത്, ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. 7-ാം തീയതിയാണ് ഈ മർദ്ദനം നടക്കുന്നത്. തലയ്ക്കും ദേഹമാസകലെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഒരു ഇലക്ഷൻ്റെ പരിപാടിക്കായി ഇത്തരത്തിലൊരു ക്രമീകരണങ്ങളൊക്കെ കെട്ടാനായി കോഴിക്കോടിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് മണികണ്ഠൻ തല കറങ്ങി വീഴുന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞ് പരിശോധന നടത്തിയപ്പോഴാണ് തലയോട്ടിക്കുൾപ്പെടെ ക്ഷതമേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. ഈ ഗുരുതരമായ പരിക്കാണ് ഏറ്റതെന്നുള്ളതാണ് മനസ്സിലായത്. പിന്നീട് ഡോക്ടർമാർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും പോലീസ് പിന്നീട് ഇക്കാര്യത്തിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടത് വധശ്രമത്തിനോ SC/ST അതിക്രമം തടയൽ നിയമം പ്രകാരമോ ഒന്നുള്ള വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിമർശനങ്ങളടക്കം ഉയർന്നു വരികയാണ്. ക്രൂരമായ മർദ്ദനമേറ്റു, അതിനനുസരിച്ച് പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത്. നിലവിൽ ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് മണികണ്ഠൻ. കൊട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ,ാണ് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിക്കുന്നത്. പക്ഷേ ക്രൂരമായ മർദ്ദനം തന്നെ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ അതിന് അനുസൃതമായ നടപടി ഇത്രയും ദിവസമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. ശരി അജിത്ത്, അത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.